ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കണം. ബ്രസ്റ്റ് പീസ് വളരെ ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കണം ചിക്കൻ്റെ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പെപ്പറും സോൾട്ടുമാണ്. പിന്നെ കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഇത് മയണൈസിന് പകരമായിട്ടാണ് ഞാൻ ചേർക്കണത്. മയണൈസ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ. ഞാനൊരു ബോയിൽഡ് എഗ്ഗ് പാല് ചേർത്ത് അടിച്ചിട്ട് അതാണ് മയണൈസിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായി നമ്മൾ 2 എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചോപ്പ്ഡ് ഗാർലിക്കാണ്. ഇതിൽ കണ്ടമാന സ്പൈസസും കുറേ അധികം ഇൻഗ്രീഡിയൻസും ഒന്നുമില്ല. ഇനി നിറച്ചും ചീസ് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കുക. ഇത് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി സ്നാക്കാണ് ചിക്കൻ്റെ. അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റും. അപ്പം ഞാനിത് എയർ ഫ്രയറിലും ഉണ്ടാക്കുന്നുണ്ട്, ഫ്രൈങ് പാനിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എയർ ഫ്രയറിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീയാണ് ഞാൻ പുരട്ടി കൊടുത്തത്. എന്നിട്ട് ജസ്റ്റ് സ്പൂൺ കൊണ്ട് എടുത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് എയർ ഫ്രൈ ചെയ്തെടുക്കാം. 200 ഡിഗ്രിയിൽ ആദ്യം ഒരു 10 മിനിറ്റും പിന്നെ തിരിച്ചൊരു 4-5-6 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് റെഡിയായി. ഇനി അടുത്തതായിട്ട് ഫ്രൈങ് പാനിൽ ഉണ്ടാക്കുന്നതാണ്. ബട്ടർ വരട്ടിയതിന് ശേഷം നേരത്തെ പോലെ തന്നെ സ്പൂണ് വെച്ച് ഓരോ സ്പൂണ് ഈ ചിക്കൻ വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുത്ത് നമുക്ക് ഇത് വളരെ കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്താൽ തന്നെ ഇത് റെഡിയായി കിട്ടും. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റോ 10-12 മിനിറ്റോ മതി. ഒന്ന് അടച്ചു വയ്ക്കാം. അതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡിയായി. ഫ്രൈങ് പാനിലായാലും എയർ ഫ്രയറിലായാലും ടേസ്റ്റൊക്കെ സെയിം തന്നെ. ഇതിന് വളരെ കുറച്ച് എണ്ണ മതി. വളരെ ഹെൽത്തിയാണ്. മറ്റ് വല്ല അസുഖം ഡയബറ്റിക്കോ ഷുഗറോ ആയുള്ള ആർക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ്. അത്രയും ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.